കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാറ്റമില്ലെന്നും തോമസ് ചാഴിക്കാടൻ പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നും റോഷി അഗസ്റ്റിൻ. പി.ജെ. ജോസഫിന് ഇടുക്കി സീറ്റ് നൽകുന്നതിൽ എതിർപ്പില്ല. ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചകൾക്ക് ശേഷമാണെന്നും റോഷി അഗസ്റ്റിൻ തൊടുപുഴയിൽ പറഞ്ഞു. അല്ല, ഇതിനെത്തന്നെ ഈ പരാജയ ഭീതി ഉണ്ടാകുന്നൊരു തോന്നൽ ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? കോൺഗ്രസ് നേതൃത്വത്തിന് ആരാ ഇത് പറഞ്ഞത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി തന്ന സീറ്റ് കോട്ടയമാണ്. ആ കോട്ടയത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. അത് മതിയായ ആലോചനകൾക്ക് ശേഷവും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാർ 98 പേരാണ്. അതിൽ 74 പേര് അത് റിട്ടേൺ ഡോക്യുമെൻ്റ് അല്ലേ. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പാർട്ടിക്കകത്ത് നിലവിൽ അന്തച്ചിത്രമെന്നുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, പ്രശ്നപരിഹാരത്തിന്റെ എന്തെങ്കിലും സൂചനകൾ റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ ഉണ്ടോ? റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ ഒന്നുമില്ല. റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിന്റെ മാണിക്കൊപ്പമുള്ള വിഭാഗത്തിൽ നിന്നുകൊണ്ട് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസ് ചില സമവായ നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയ സാഹചര്യത്തിൽ കൂടി മാണി വിഭാഗം തങ്ങളുടെ നിലപാട് എന്ത് എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കോട്ടയം സീറ്റിനെ കുറിച്ച് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയായിരിക്കും മാണി വിഭാഗം ആവർത്തിക്കുക എന്ന് തന്നെ വളരെ വ്യക്തമായി റോഷി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. എന്തായാലും പി.ജെ. ജോസഫും ഇപ്പോൾ കോട്ടയം സീറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇനി അതുകൊണ്ട് കാര്യമില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കി സീറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കും എന്നുള്ള ഒരു വിദൂര പ്രതീക്ഷ പോലുമില്ല. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യങ്ങൾ കൂടി ആലോചിക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ് പി.ജെ. ജോസഫ് വിഭാഗം നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ജോസഫ് പറയുന്നതനുസരിച്ച് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ആവശ്യമടക്കം പി.ജെ. ജോസഫ് കോൺഗ്രസിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും തങ്ങൾക്ക് ശുഭകരമായ വാർത്ത തന്നെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളത്. അവർക്ക് അത്രയധികം ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസും ലീഗും തമ്മിൽ ഇന്ന് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതൊക്കെ പൂർത്തിയായി നാളെ ഒരുപക്ഷെ മാണി വിഭാഗം നേതാക്കളുമായും കോൺഗ്രസ് ആശയവിനിമയം നടത്തും. അതെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോസഫ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ എന്താണ് ഫോർമുല എന്ന് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് നടക്കുന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ നിലപാട് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാകുക. രേണുക. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തർക്കത്തിന് അന്തിമ തീരുമാനം നാളെ വൈകുന്നേരത്തിനകമെന്നാണ് പി.ജെ. ജോസഫ് പറയുന്നത്. ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും പല നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ടെന്നും ജോസഫ് പറയും.